വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത് ഒരു ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്നവര് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ചിലപ്പോഴൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് അല്ലേ. എന്നാൽ ഈ സ്ട്രക്ചറൽ അനാലിസിസിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മെത്തേഡ്സ് ഓഫ് സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പം ആ ഒരു ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് കേരള PSC ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ആ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഒന്നും അറിയാതെ സ്ട്രക്ചറൽ അനാലിസിസിനെ നോക്കുന്നവർക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. നമുക്ക് വളരെ ക്വിക്കായിട്ട് ആ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: സെലക്ട് എ ഫോഴ്സ് മെത്തേഡ് ഓഫ് അനാലിസിസ് ഫ്രം ദ ഫോളോയിങ്. നമുക്ക് കുറേ മെത്തേഡ്സ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഒരു ഫോഴ്സ് മെത്തേഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ഫോഴ്സ് മെത്തേഡ് എന്ന് അറിഞ്ഞാലേ നമുക്ക് ഈ ഫോഴ്സ് മെത്തേഡിൽ ഉൾപ്പെടുന്ന മെത്തേഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ മെത്തേഡ്സിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ നോക്കുമ്പം ഒരു സ്ട്രക്ചറൽ അനാലിസിസിൽ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറുകളെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള മെത്തേഡുകളാണുള്ളത്. ഒന്നാണ് ഫോഴ്സ് മെത്തേഡ്, മറ്റൊന്നാണ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ട പോയിന്റ് ആണ് ഈ ഫോഴ്സ് മെത്തേഡുകളെ നമ്മൾ വിളിക്കുന്ന മറ്റുള്ള പേരുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇവിടെ നോക്കിയേ, ഫോഴ്സ് മെത്തേഡിനെ തന്നെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്നുള്ള പേര് കൂടി വിളിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവരെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോമ്പാക്റ്റിബിലിറ്റി മെത്തേഡ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇവരെ നമ്മൾ കോമ്പാക്റ്റിബിലിറ്റി മെത്തേഡ് എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം, ഒരു ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അൺനോൺ ആയിട്ടുള്ള ഇക്വിലിബ്രിയം. അപ്പം ഈ ഫോഴ്സ് മെത്തേഡിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. അതുപോലെ തന്നെ ഇവരെ നമുക്ക് കോമ്പാക്റ്റിബിലിറ്റി മെത്തേഡ് എന്നുള്ളൊരു പേരും കൂടി വിളിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് കോമ്പാക്റ്റിബിലിറ്റി മെത്തേഡ് എന്നുള്ള പേര് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോഴ്സ് മെത്തേഡിൽ ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യുന്ന മെത്തേഡാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് തികയാതെ വരും ആ ഒരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ്റെ ഹെൽപ്പ് കൂടി നമ്മൾ ആ സ്ട്രക്ചറിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോഴ്സ് മെത്തേഡിനെ തന്നെ കോമ്പാക്റ്റബിലിറ്റി മെത്തേഡ് എന്നുള്ളൊരു പേര് കൂടി വിളിക്കാനുള്ള കാര്യം. ദെൻ മറ്റൊരു മെത്തേഡായിട്ട് നമ്മൾ പഠിച്ചത് ആരെയാണ്? ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിനെയാണ്. ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിനും ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് പേരുകൾ പറയാറുണ്ട്. ഒന്നാണ് സ്റ്റിഫ്നെസ് മെത്തേഡ്, മറ്റൊന്നാണ് ഇക്വിലിബ്രിയം മെത്തേഡ്. അവിടെയും ഈ സെയിം കണ്ടീഷനാണ്. നമ്മൾ പൊതുവെ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിൽ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഒരു സ്ട്രക്ചറിനെ സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻസ് തികയാതെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസിൻ്റെ സഹായത്തോടു കൂടി വേണ്ടി വരും നമ്മുടെ സ്ട്രക്ചറിനെ സോൾവ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിനെ എന്ത് പേരൊന്നും കൂടെ വിളിക്കാം? നമുക്ക് ഇക്വിലിബ്രിയം മെത്തേഡ് എന്നുള്ള പേര് കൂടി വിളിക്കാം. ഈ പേരുകൾ തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഈ പേര് തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫോഴ്സ് മെത്തേഡിൽ നമുക്ക് എത്ര കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻസ് വേണ്ടി വരും? നമ്മൾ പറഞ്ഞു, ഒരു ഫോഴ്സ് മെത്തേഡ് സോൾവ് ചെയ്യാൻ നമുക്ക് കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻസിൻ്റെ സഹായം കൂടി വേണ്ടി വരും എന്ന് പറഞ്ഞു. അത് എത്രത്തോളം വേണമെന്ന് ചോദിച്ചാൽ, എത്രയാണ് അവിടുത്തെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി, അത്രത്തോളം ആയിരിക്കും നമുക്ക് വേണ്ട നമ്പർ ഓഫ് കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻസ്. എന്താ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി? എത്ര എക്സസ് ആയിട്ട് എത്ര നമ്പർ ഓഫ് ഇക്വേഷൻസ് ആണ് അവിടെ ഉള്ളത്, അതിനെയാണല്ലേ നമ്മൾ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ആയിട്ട് പറയാറുള്ളത്. അപ്പോൾ അത്രത്തോളം നമ്പർ ഓഫ് കോമ്പാക്റ്റബിലിറ്റി ഇക്വേഷൻസ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. അതേപോലെ തന്നെ നമ്മൾ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എത്രയാണോ അത്രത്തോളം നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് നമുക്ക് ആ മെത്തേഡിനെ സോൾവ് ചെയ്യാനായിട്ട് വേണ്ടി വരും. ഇനി ഈ ഫോഴ്സ് മെത്തേഡിനെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സിറ്റുവേഷൻ എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയേക്കാൾ കുറവ് വരുന്ന സിറ്റുവേഷനുകളിലാണ് നമ്മൾ ആരെ പ്രിഫർ ചെയ്യുക? ഫോഴ്സ് മെത്തേഡിനെ പ്രിഫർ ചെയ്യുക. അതിങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് നമ്പർ ഓഫ് അൺനോൺസ് എവിടെയാണോ കുറവ് നോക്കാം. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയിലാണോ കൈനമാറ്റിക്കിലാണോ കുറവ്, ഏതിലാണോ കുറവ്, അപ്പോൾ ആ മെത്തേഡ് നമ്മൾ പ്രിഫർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ്
ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ആണ് കുറവെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫോഴ്സ് മെത്തേഡാണ് പ്രിഫർ ചെയ്യാറുള്ളത്. ദെൻ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയേക്കാൾ കുറവ് വരുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് മെത്തേഡ് ഫോളോ ചെയ്യുക, ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിനെ നമ്മൾ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഫോഴ്സ് മെത്തേഡ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്, അവരുടെ മറ്റുള്ള പേരുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഫോഴ്സ് മെത്തേഡ്സിന് എക്സാമ്പിൾസും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡുകൾക്കുള്ള എക്സാമ്പിളുകളുമാണ് നമുക്കിവിടെ നോക്കാനായിട്ടുള്ളത്. സോ നമ്മൾ നോക്കുകയാണ് ഫോഴ്സ് മെത്തേഡിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുമ്പം ഒരു ഫോഴ്സ് മെത്തേഡിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡായിട്ട് നമ്മൾ പറയുന്നത് മെത്തേഡ് ഓഫ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ അതിനെ നമ്മളൊരു ജനറൽ മെത്തേഡ് എന്ന് വിളിക്കും. എല്ലാ മെത്തേഡിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡ് ഓഫ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ ആണ്. ഓക്കെ, ദെൻ അതിനുശേഷം സ്ട്രെയിൻ എനർജി മെത്തേഡ്, യൂണിറ്റ് ലോഡ് മെത്തേഡ്, കോളം അനലോഗി മെത്തേഡ്, ഇലാസ്റ്റിക് സെന്റർ മെത്തേഡ്, ദെൻ മിനിമം സ്ട്രെയിൻ എനർജി മെത്തേഡ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ്. ഇത്രയും മെത്തേഡുകൾ നമുക്ക് ഫോഴ്സ് മെത്തേഡിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഒരു ഫോഴ്സ് മെത്തേഡിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡ് ഏതാ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ആണെന്ന് പറയാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിലോട്ട് വരികയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഇത് കൂടാതെ മിനിമം പൊട്ടൻഷ്യൽ എനർജി മെത്തേഡ്, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, കാനീസ് മെത്തേഡ്, സ്റ്റിഫ്നെസ് മാട്രിക്സ് മെത്തേഡ്, ഇത്രയും മെത്തേഡുകൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ കാര്യമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഈ ചെറിയൊരു കാര്യം വെച്ച് തന്നെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ കേരള PSC എക്സാംസിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, നിങ്ങൾക്ക് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നമുക്കിനി ഈസി ആയിട്ട് പറയാം അല്ലേ. എന്താ ഇവിടെ ചോദിച്ചത്, ഇതിൽ ഏതാണ് ഒരു ഫോഴ്സ് മെത്തേഡ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കിയേ. അപ്പം ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നോക്കുമ്പം ഫസ്റ്റ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ ഉണ്ട്, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഉണ്ട്, കാനീസ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞുകൂടെ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡാണ് ഫോഴ്സ് മെത്തേഡ്. ബാക്കിയുള്ള എല്ലാ മെത്തേഡുകളും നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്, ബാക്കിയുള്ള എല്ലാ മെത്തേഡുകളും ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിന് എക്സാമ്പിൾ ആണ്. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് ഒരു മാർക്ക് ഇപ്പോൾ കിട്ടി ആ ഒരു ഭാഗം പഠിച്ചപ്പോൾ. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സൈലം ടെക്നിക്കലിൻ്റെ ബാച്ചിലേക്കുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ കോഴിക്കോട് ക്യാമ്പസിൽ ഇപ്പം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇനി നമുക്ക് ഒരുപാട് എക്സാംസ് ആണ് വരാനിരിക്കുന്നത്. PWD വരുന്നുണ്ട്, ഇതാ ഇപ്പം PCB നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ദെൻ KSHB നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു. ഇനി നമുക്ക് PWD നമുക്ക് അപ്പോൾ നമ്മുടെ സൈലം ടെക്നിക്കൽ ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മുടെ കാലിക്കറ്റ് ക്യാമ്പസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് എക്സാംസ് ആണ് ഇനി നമുക്ക് വരാനിരിക്കുന്നത്. ഇപ്പം PWD വരുന്നുണ്ട്, അതുപോലെ തന്നെ PCB നോട്ടിഫിക്കേഷൻ വന്നു, KSHB ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നതാണ്, നമുക്കിനി ഇറിഗേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് എക്സാംസ് ആണ് നമുക്ക് മുന്നിൽ വരാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമിന് എഫക്റ്റീവായിട്ട് തയ്യാറെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ കൃത്യമായ രീതിയിൽ എന്താണ് ഓഫ്ലൈൻ ക്ലാസ്സസ് അടുക്കും ചിട്ടയോട് കൂടിയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ നമ്മൾ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകൾ, അതുപോലെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ദെൻ മെൻറ്റർ സപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് വരുന്നത് നിങ്ങൾക്കറിയാം മറ്റുള്ള എല്ലാ ഫീസ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മുടെ സൈലം ടെക്നിക്കലിൻ്റെ ലെവൽ കോഴ്സ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫ്ലൈൻ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് തിരിച്ചു പോകാം. സോ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ആസ്. അപ്പം ഏത് മെത്തേഡിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്ന് വിളിക്കുന്നത്? അതിൻ്റെ മറ്റുള്ള പേരുകളാണ്. ഓപ്ഷനിൽ ഫോഴ്സ് മെത്തേഡ് ഉണ്ട്,
കോമ്പാക്റ്റബിലിറ്റി മെത്തേഡ് ഉണ്ട്, ഇക്വിലിബ്രിയം മെത്തേഡ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആൻസർ ഇനി പറയാനായിട്ട് പറ്റുമല്ലോ. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? യെസ്, നമ്മൾ പഠിച്ചു ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത് ഏത് മെത്തേഡാണ്? ഒരു ഫോഴ്സ് മെത്തേഡാണ്. ദെൻ അത് കൂടാതെ അതിനെ തന്നെയാണ് നമ്മൾ എന്തെന്നും കൂടെ വിളിക്കുന്നത്? കോമ്പാക്റ്റബിലിറ്റി മെത്തേഡ് എന്ന് കൂടി വിളിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 1ഉം 2ഉമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് ഇടാട്ടോ. എല്ലാവരും കമൻ്റ് ആയിട്ട് ആൻസർ ഇടാനായിട്ട് നോക്കുക. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.